ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു 10 അടി നീളമുള്ള ഒരു അഴ നമ്മുടെ വീടിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള ഒരു അഴയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് 1:1 സ്ക്വയർ ട്യൂബും 3/4 ഇഞ്ച് സ്ക്വയർ ട്യൂബുമാണ്. ഞാൻ ആക്രിയിൽ നിന്ന് പഴയത് വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യാൻ ഈസിയാണ്. ഇതറിയാനുള്ളവർക്ക് ഈസി, അറിയാൻ വയ്യാത്തവർക്ക് പാടുവാണെന്ന് പറഞ്ഞാൽ ഇത് മുമ്പൊക്കെ ആൾക്കാർ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഇതിൻ്റെ ഈ വീടിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കൊണ്ട് ഉപയോഗമെന്ന് വെച്ചാൽ നമ്മൾ നിരന്തരം റൂഫിനകത്ത് അഴ കെട്ടി തുണി ഇട്ടാൽ നിരന്തരം വെള്ളം വീണ് ഫ്യൂച്ചറിൽ ഈ കോൺക്രീറ്റൊക്കെ കേടുപാടുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ, അതായത് മഴ നനയാത്ത രീതിയിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പുറത്തേക്ക് പോകുമ്പോൾ തുണി പെട്ടെന്ന് തന്നെ പിഴിഞ്ഞ് ഈ അഴയിലിട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കോൺക്രീറ്റിലൊന്നും ചെയ്യത്തില്ല. ഇത് പല രീതിയിൽ ചെയ്യാം. ഫസ്റ്റ് ഈ റൂഫ് ഇല്ലാത്തവർക്ക് സൺസൈഡിൽ നമുക്ക് ആങ്കർ ബോൾട്ട് മേടിച്ച് പ്ലേറ്റ് വെച്ച് ചെയ്ത് അത് പല രൂപത്തിൽ അത് നമുക്ക് ഹോൾഡർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ, ഉപയോഗം കഴിഞ്ഞ് കാത്തിടുന്ന രൂപത്തിലോ പിന്നെ അങ്ങനെയൊക്കെ പല രീതിയിൽ ചെയ്യാം. ഇതുവരെ എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്യുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ എൻഡ് ഒക്കെ നമുക്ക് അടച്ചെടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കടന്തൽ ഒക്കെ വന്ന് ഇതിൽ കൂട് വയ്ക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻഡിൽ വരുന്ന ഭാഗമൊക്കെ നമ്മളിത് അടച്ച് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ 2 പൈപ്പ് 1 ഇഞ്ചിലെ 2 പൈപ്പ് നമ്മൾ ശരിക്കും അടച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാം. പിന്നെ സൈഡിലേക്ക് തള്ളി നിൽക്കുന്നത് കൊണ്ട് നമുക്കത് അടയ്ക്കാൻ പറ്റത്തില്ല. നേരത്തെ തന്നെ അടച്ചത് ക്ലിയർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സൈഡൊന്ന് കർവ് ചെയ്യണം. കർവ് ചെയ്താലേ ഈ പൈപ്പിലാണ് വെച്ചടിക്കുക. അപ്പോൾ പൈപ്പ് നമുക്ക് വെൽഡ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാകും. അല്ലെങ്കിൽ അത് അത്രയും നമ്മൾ അടിച്ച് വെൽഡ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ചെറിയൊരു കർവ് ചെയ്ത് തന്നാൽ വെൽഡിങ്ങിൽ അത്രയും അടുത്ത് നിൽക്കുന്ന നല്ല എളുപ്പമായിരിക്കും അടിക്കുക. അപ്പോൾ 2 പൈപ്പും 1 ഇഞ്ചിൻ്റെ 2 പൈപ്പും നമ്മൾ കർവ് ചെയ്തെടുക്കണം. എന്നിട്ട് അത് വെൽഡ് ചെയ്യാനുള്ള എൻ്റെ ഗ്യാപ്പൊക്കെ വെൽഡ് ചെയ്തിട്ട്, ഇത് 3/4 ഇഞ്ചാണ് നമ്മൾ സപ്പോർട്ടായിട്ട് താഴെ ഇങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് പൈപ്പ് നേരെ സ്പിറ്റ് ലെവലിന് നേരെയും 3/4 ഇഞ്ച് ചരിച്ചുമാണ് നമ്മൾ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്കിത് വളരെ ഉപയോഗമാണ്. കാരണം ഈ നമ്മളെ തുണിയിലെ വെള്ളം ഈ കോൺക്രീറ്റിൽ വീണ് കോൺക്രീറ്റ് നശിക്കത്തുമില്ല. ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുകൊണ്ട് വെള്ളം താഴേക്ക് പോകുന്നു. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ പെട്ടെന്ന് തന്നെ തുണി അലക്കിയിട്ടതിന് ശേഷം ഇതിൽ കൊണ്ടിട്ടിട്ട് അങ്ങ് പോയിട്ട് വന്നാൽ നനയത്തുമില്ല. നമ്മൾ ടെറസിൻ്റെ അകം കോൺക്രീറ്റ് ഫ്യൂച്ചറിൽ ഒന്നും സംഭവിക്കത്തുമില്ല. ഇത് മട്ടമൊക്കെ നോക്കി 2 പൈപ്പ് മട്ടം നോക്കേണ്ടതുണ്ട്. മട്ടം നോക്കി അടിച്ചതിന് ശേഷം ഇതിലേക്ക് ചരിച്ച് 45 മോഡലൊരു പൈപ്പ് സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ വെയിറ്റൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇത് താന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഒറ്റ പൈപ്പിൽ നിൽക്കത്തില്ല. അപ്പോൾ ഇതിന് താഴെ ഒരു സപ്പോർട്ടും ചെയ്യണം. ഇത് ലെവല് സ്പിറ്റ് ലെവൽ വെച്ച് ലെവലായി കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ താഴേക്ക് അവിടെ നിന്ന് 3-4 ഇഞ്ച് മാറ്റിയതിന് ശേഷം ഒരു ചരിച്ചൊരു പൈപ്പിൽ സപ്പോർട്ടായിട്ട് കൊടുക്കും. വെയിറ്റൊക്കെ എത്ര ഇട്ടാലും ഒന്നും ചെയ്യത്തില്ല. അത് നമ്മളിപ്പോൾ കർവ് ചെയ്തിട്ട് വേണോ എങ്ങനെ വേണോ വെൽഡ് ചെയ്യുക. അതിൻ്റെ പുറത്ത് വെൽഡ് ചെയ്താലും കുഴപ്പമില്ല. ഇതിൻ്റെ പുറത്ത് നമുക്ക് ഓരോന്നിനും ഓരോ കമ്പി അടിച്ച് പിന്നെ അതിൻ്റെ പ്ലാസ്റ്റിക് ഓയിൽ കെട്ടാവുന്ന കയറ് കെട്ടാവുന്നതാണ്. അല്ലെ ഏത് കമ്പിയോ പ്ലാസ്റ്റിക് കയറോ ഏത് വേണമെന്ന് നമുക്കിത് ചെയ്യാം. പിന്നെ അല്ലാതെയും ചെയ്യാം. ഏത് രീതിയിലാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ 2 ഇടത്തും ഇതേപോലെ ചെയ്തതിന് ശേഷം ഞാൻ ഇത് കൂടെ ഉപയോഗിച്ചിരുന്ന പ്ലാസ്റ്റിക് വള്ളിയാണ്. അത് ഇപ്പോൾ 100 ഗ്രാം വന്നിട്ട് 55 രൂപ ഉള്ളൂ. അതാണ് വലിച്ചിടുക. അതപ്പോൾ നമ്മൾ തുണി തുരുമ്പെടുക്കത്തുമില്ല. ഇത് പെട്ടെന്ന് ദ്രവിച്ച് പോകത്തുമില്ല. അപ്പോൾ ഇതാണ് ഫൈനൽ, ഇത് വീഡിയോൻ്റെ ഫൈനൽ വരുന്നത്, ഫൈനൽ ലുക്ക്. അത് നമുക്ക് വേണ്ട ഇതേപോലെ വലിച്ച് കെട്ടിയാൽ നല്ല ഇറക്കി കെട്ടിക്കഴിഞ്ഞാൽ 3-4 ലൈൻ ചെയ്യാം. പിന്നെ ഇതേപോലെ നമുക്ക് അത് തുണി ഇട്ട് കഴിഞ്ഞാൽ വെള്ളം താഴേക്ക് പോകുന്നു. നമ്മുടെ ഡ്രസ്സിന് ഒന്നും ചെയ്യത്തുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട